ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ഐറ്റമാണ്. ഫ്രൈഡ് ഐറ്റം എന്ന് വെച്ചാൽ ടൊമാറ്റോ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ ഫ്രൈ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് നമുക്കിനിയിപ്പം ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ, ഇനി ഒന്നും ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ പോലും അത് നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്കത് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൊമാറ്റോ തന്നെയാണ്. ഞാനിവിടെ ഒരു 6 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവോള, ഒരു 5ഓളം പച്ചമുളക്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവോള നമുക്ക് മുട്ടക്കറിക്ക് അരിയുന്ന കണക്ക് അരിയണം. തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് കാണാം. മുട്ടക്കറിക്കെന്ന് പറഞ്ഞപ്പോൾ കുനുകുനാന്നല്ല, നമ്മളത് ഈ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കില്ലേ, അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിഞ്ഞെടുക്കണം. നമ്മുടെ പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതുകൂടെ അതിനകത്തോട്ട് നമ്മൾ വറ്റൽമുളക് ചതച്ചതും ചേർക്കും. അപ്പം ആ എരിവ് കണക്കാക്കി വേണം നമ്മൾ പച്ചമുളക് എടുക്കാനായിട്ട്. നല്ലോണം എരിവ് കഴിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം എരിവ് കുറവുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തുള്ളൂ, ഒരെണ്ണം ഞാൻ മാറ്റി. ഇനി നമ്മുടെ തക്കാളിക്ക് അരിഞ്ഞെടുക്കാം. തക്കാളിക്ക് നമ്മൾ സാധാരണ അരിയുന്ന കണക്ക് അരിഞ്ഞാൽ മതിയാവും. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അത് ഇച്ചിരി കനം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിയിൽ നമുക്ക് തക്കാളിക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിക്ക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനമാണ്. ഇനി നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ, ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു സ്വല്പം വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ആ എണ്ണയിൽ ഒന്നും ഫ്രൈ ആയിട്ട് വരണം. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മുടെ സവോള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടേ ഉള്ളൂ. അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് തന്നെ വഴണ്ട് വരണം. എന്നാലേ നമ്മൾ വെക്കുന്ന ടൊമാറ്റോ ഫ്രൈക്ക് നല്ല സ്വാദ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട. സാധാരണ നമുക്കൊരു സംശയം വരും, സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഇപ്പം ഇതിന് ഉപ്പ് ചേർക്കണ്ട.
ഇത് അവിടെ ഇരുന്ന് ഒന്ന് വാടട്ടെ. നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ചേർത്ത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. അതായത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, എരിവ് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണേലും ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിറത്തിന് വേണ്ടി എരിവ് വളരെ കുറവാണ്. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമുക്കിതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് മുളകും ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കാം. മൂടി വെക്കണം. മൂടി വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. കേട്ടോ, നമ്മൾ തക്കാളിയുടെ അകത്ത് വെള്ളം ചേർത്തിരുന്നില്ല. എന്നാലും തക്കാളിയിൽ ജലാംശം ഉള്ളതുകൊണ്ട് അതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ ഫ്രൈയുടെ പരിപാടി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.